നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൻ. ആദ്യം തന്നെ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ പറയാം: 80 86 89 70 30. ഒന്നുകൂടി പറയാം: 80 86 89 70 30. ഇതാണ് നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ 50ാമത്തെ എപ്പിസോഡാണ്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. എല്ലാ പ്രേക്ഷകരും നമ്മളെ സപ്പോർട്ട് ചെയ്തതിൽ സന്തോഷം. അപ്പോൾ നമുക്കിന്ന് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഇന്നത്തെ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 31/1/2024. അതായത് ഇന്ന് കുറേ 31 എന്ന ആ ഒരു എനർജീനെ കുറിച്ചിട്ട് വിശദീകരിച്ച് പറയാം. അതുപോലെ ഇന്ന് ഒരു രാഹുവിൻ്റെ പവർഫുള്ളായിട്ടുള്ള എനർജി കൂടിയാണ് കേട്ടോ. 31 എന്ന് പറഞ്ഞാൽ 3 + 1 4ൻ്റെ എനർജിയാണ്. അതുകൂടാതെ എല്ലാ നമ്പറും കൂട്ടിക്കഴിഞ്ഞാൽ എഗെയിൻ 4 ആണ് കിട്ടുന്നത്. അതായത് 3 + 1 + 2 + 0 + 2 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 4. അപ്പോൾ പേഴ്സണാലിറ്റി 4, ലൈഫ് പാത്തും 4. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് കോൾ വന്ന് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? റിജി എവിടുന്നാണ് വിളിക്കുന്നത്? പാലക്കാട്. റിജി പാലക്കാട്. അപ്പോൾ റിജിയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അതെ. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ റിജിയുടെ. 5/9/1976. റിജിയുടെ ഫുൾ ആയിട്ടുള്ള പേര്? RJI. ഇനീഷ്യൽ ഉണ്ടാവുമല്ലോ അതിന്റെ കൂടെ? JI. പിന്നെന്താ ഇനീഷ്യൽ എന്താണ്? സെക്കൻഡ് നെയിം എന്താണ്? അപ്പോൾ അതാണ് നിങ്ങളുടെ ഫുൾ ആയിട്ടുള്ള പേര്, റിജി R. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. കേൾക്കാമോ? അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 5, ലൈഫ് പാത്ത് നമ്പർ 5. 2 പ്രാവശ്യം 5ൻ്റെ എനർജി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. പൊതുവെ ഒരു പവർഫുൾ ആയിട്ടുള്ള പേര് കൂടി വേണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു ലീഡർഷിപ്പ് എന്ന നിലയിലും നമ്മൾ ഉയർച്ചയിലേക്ക് വരാനൊക്കെ ഉള്ള ഒരു എനർജി ഉള്ളൂ. അപ്പോൾ 5/5ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണവും ഉണ്ടാവും, ദോഷവും ഉണ്ടാവും. നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള എനർജിക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണവും ഉണ്ടാവും, ദോഷവും ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ റിജി R എന്ന ഒരു പേര് വെച്ച് നോക്കുമ്പോഴേക്കും 7 എന്ന എനർജിയിലാണ് വരുന്നത്. അപ്പോൾ എന്താ, ഒന്നുകൂടി ഇമോഷണലായിട്ട് നമ്മൾ നിൽക്കും. മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന ഒരു എനർജിയാണ് ഉള്ളത്. അതേസമയം സ്പിരിച്വൽ ആയിട്ടുള്ള, ദൈവികമായിട്ടുള്ള എനർജിയിലേക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് പേരിൻ്റെ എനർജി. എന്താണ് റിജിക്ക് സ്പെഷ്യലായിട്ട് അറിയാനുള്ളത്? വേറെ എന്താണ്? നമ്മൾ എന്ത് ചെയ്താലും അതൊരു നമ്മൾ വിചാരിക്കുന്നതാണ് അവിടെ പറയണത്. അപ്പോൾ ഇത് തന്നെയാണ് സംഭവം. ഈ പേഴ്സണാലിറ്റി നമ്പർ 5, ലൈഫ് പാത്ത് നമ്പർ 5, ഈ ഒരു എനർജിക്ക് കൃത്യമായിട്ടുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പേര് വേണം. അപ്പോൾ ഇല്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി ബാഡ് ആയിരിക്കും. റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പക്ഷെ കലാരംഗത്തോ അങ്ങനെയുള്ള കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ മികവല്ല, ചെറിയ രീതിയിലുള്ള മികവും അതിൽ കാണും. അപ്പോൾ അതാണ് എനർജി. അപ്പോൾ നമുക്കൊരു ഉയർച്ച വരണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തിലോ ജനിച്ച സമയത്തിലോ ഒന്നും നമുക്ക് ആർക്കും മാറ്റം വരുത്താൻ പറ്റുന്നതല്ല. അപ്പോൾ അത് നമ്മൾ ജനിച്ച സമയത്ത് തന്നെ ഉണ്ടാകുന്നതാണ് ബാക്കിയുള്ള എനർജീസൊക്കെ. അതിപ്പോൾ നമ്മുടെ ജ്യോതിഷത്തിലും പറയാറുണ്ട്. ജ്യോതിഷത്തിൽ പറയുന്ന ആ ഒരു ഗ്രഹനിലയുടെ പെട്ടി ഉണ്ടല്ലോ, അത് ജനിച്ച സമയത്ത് വരുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അത് അതിനനുസരിച്ചിട്ട് പറയുമെങ്കിലും നമുക്ക് കർമ്മം കൊണ്ട് കർമ്മഫലത്തിനെ മാറ്റാം. നമുക്ക് കർമ്മത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യവും വ്യത്യസ്തമാക്കാം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അതിലത്തെ ഒരു ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമ്മുടെ കയ്യിലുള്ള ഒരു ഭാഗമാണ് പേരിനെ ഏറ്റവും മനോഹരമാക്കി, ഏറ്റവും ഭാഗ്യദായകമാക്കിയിട്ട് നമുക്ക് കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ പേരിനെ ബെസ്റ്റ് ആക്കാൻ R എന്നുള്ളതിൻ്റെ ഫുൾ ഫോമോ അല്ലെങ്കിൽ ആ റിജി എന്നുള്ളതിൻ്റെ പേരിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുക അതിൻ്റെ കൂടെ? അച്ഛൻ്റെ പേര്, ഹസ്ബൻഡിൻ്റെ പേര്, അമ്മയുടെ പേര്, ഇതൊക്കെ ആഡ് ചെയ്യാം. രഞ്ജൻ അല്ല, രാജൻ. ഓക്കെ.
അതാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതിൻ്റെ നമുക്ക് ഇപ്പോൾ റിജി രാജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേരാവും തീർച്ചയായിട്ടും. ഇപ്പോൾ ഉപയോഗിക്കുന്നതിലും ബെസ്റ്റ് ആയിട്ടുള്ള എന്ന് വെച്ചിട്ട് ഏറ്റവും നല്ല പേര് എന്നല്ല അർത്ഥം, ഒരു 80% ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആകുന്ന ഒരു പേരാണ്. കൂടുതൽ കാര്യങ്ങൾ നല്ല കാര്യങ്ങളെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അമ്മയുടെ പേര് എന്തായിരുന്നു? എന്ത്? രുക്മിണി ആർ എന്നാണ് വേണ്ട പേര്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ രാജൻ എന്നുള്ള പേര് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബെസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് തന്നെ റിജി രാജ് എന്ന് മാത്രം വെച്ച് കഴിഞ്ഞാൽ, രാജ് എന്നുള്ളതിനെ കുറച്ച് ഷോർട്ട് ആക്കിയിട്ട് റിജി രാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള പേരാണ്. കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിച്ചെടുക്കാനും നമ്മൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം കൂടുതൽ കിട്ടുന്നതും നമ്മളെല്ലാവരും എടുത്തും കുറച്ചും കൂടിയും ഉയരങ്ങളിലേക്ക് പോകാനും അവരുടെ മനസ്സിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എനർജി ഒരു ഫെയിം ആകാനുള്ള, അതാണ് അതിൻ്റെ യഥാർത്ഥ വാക്ക്, നമ്മളൊന്ന് ഫെയിം ആകാനുള്ള എനർജി കൂടി ഉള്ളതാണ്. അപ്പോൾ റിജി രാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ടീവ് ആകും. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നോക്കുക. അല്ലെങ്കിൽ റിജി രാജ് എന്ന് മുഴുവനായിട്ട് വെക്കുക. അപ്പോൾ കൂടുതൽ ഭാഗ്യത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? അല്ല, എനിക്കൊരു വീടൊന്നും ആയിട്ടില്ലേ, അതിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പ്രശ്നത്തിന് പരിഹാരമാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ അതാണ് ചോദിച്ചത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ന്യൂമറോളജി പ്രകാരം അറിയേണ്ടത് നിങ്ങൾ ലക്കി നമ്പർ, ലക്കി കളർ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതിനുള്ള പരിഹാരമാണല്ലോ നമ്മൾ അറിയേണ്ടത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ലക്കി നമ്പർ, ലക്കി നെയിം ഇതൊക്കെയാണ് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടത്. അല്ലാണ്ട് പ്രശ്നമുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്, ഓക്കെ. എന്താണ് നമുക്ക് ഭാവി എന്താണെന്ന് ചിലവർ ചോദിക്കും. ഭാവി എന്താണെന്ന് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത്, മോശമാണെന്ന് പറഞ്ഞാൽ മോശം. അതിനെന്താണ് മാറ്റം? നമ്മളെന്താണ് അതിന് പരിഹാരം, അല്ലെങ്കിൽ അതിന് നമുക്ക് അനുകൂലമാക്കി കൊണ്ടുവരുന്ന കാര്യത്തിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ന്യൂമറോളജി എന്ന നിലയിൽ ന്യൂമറോളജിയിലുള്ള റെമഡീസ്, ഒന്നാമത്തെ റെമഡി കൃത്യമായിട്ടുള്ള പേര്, രണ്ടാമത്തെ റെമഡി ലക്കി നമ്പറുകൾ, ഭാഗ്യദായകമായിട്ടുള്ള നമ്പറുകൾ ഉപയോഗിക്കാം. ഭാഗ്യദായകമായിട്ടുള്ള നമ്പർ എവിടെയൊക്കെ ഉപയോഗിക്കാം? മൊബൈൽ നമ്പറായിട്ട് ഉപയോഗിക്കാം, വീടിൻ്റെ നമ്പറായി ഉപയോഗിക്കാം, വണ്ടിയുടെ നമ്പറായി ഉപയോഗിക്കാം. ഇനി സ്പോർട്സ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അവരുടെ ജേഴ്സി നമ്പറായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ വീടിൻ്റെ നമ്പറായാലും ഏതിലായാലും നമ്പറിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാം. അതാണ് ന്യൂമറോളജി കൊണ്ട്. അല്ലാണ്ട് നമ്മളിങ്ങനെ ഈ ന്യൂമറോളജി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ കൃത്യമായിട്ടുള്ള കളറും തീർച്ചയായിട്ടും ന്യൂമറോളജി പ്രകാരം നമുക്ക് ഉപയോഗിക്കാം. ഒന്നാമത് പറഞ്ഞത് പേര്, രണ്ടാമത് പറഞ്ഞത് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്പർ, പിന്നെ കളേഴ്സ് ഉപയോഗിക്കാം, പിന്നെ സ്റ്റോൺ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനൊക്കെ ഉള്ള പരിഹാരങ്ങളാണ് നമ്മളോട് ചോദിക്കേണ്ടത്. നമ്മൾ അതാക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ മോസ്റ്റ് ലക്കിയസ്റ്റ് നമ്പർ എപ്പോഴും 5ഉം 9ഉം ആണ് കേട്ടോ. ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇല്ല. 5നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പോസിറ്റ് നമ്പർ ഇല്ലാത്ത നമ്പറാണ് 5 എന്നത്. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. പാലക്കാട് നിന്ന് റിജി ആണ് വിളിച്ചത്. അപ്പോൾ റിജിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം തന്നെ 5 പേഴ്സണാലിറ്റി നമ്പർ 5, ലൈഫ് പാത്ത് നമ്പർ 5 വരുന്നത്. അപ്പോൾ ഈ 5ൻ്റെയും കോമ്പിനേഷനിൽ തീർച്ചയായിട്ടും ഒരു പവർഫുള്ളായിട്ടുള്ള നമ്പർ വേണം. അപ്പോൾ 5 പലർക്കും ന്യൂമറോളജി കുറച്ചൊക്കെ മനസ്സിലാക്കിയുള്ളവർ മനസ്സിലാകും, ഈ 5 എന്നത് മോശം നമ്പറാണോ? തീർച്ചയായിട്ടും 5 എന്ന് പറഞ്ഞത് ഒരു മോശമായിട്ടുള്ള നമ്പറേ അല്ല. പക്ഷേ അതിനും എല്ലാ ഗുണങ്ങളും ഇല്ല. എല്ലാ നമ്പറിനും എല്ലാ ഗുണങ്ങളും ഉണ്ടാകും. പല നമ്പറിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതുപോലെ ഈ 5 എന്ന എനർജി എടുക്കുമ്പോഴേക്കും ലീഡർഷിപ്പ് എന്നൊരു എനർജി അതിൽ കുറവാണ്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമുക്ക് നിൽക്കുവാനുള്ള ഒരു എനർജി എന്നുള്ളത് കുറവാണ്. മനഃചാബല്യം, ഇന്നൊന്ന് ചിന്തിക്കും നാളെ മറ്റൊന്ന് ചിന്തിക്കും, അങ്ങനെയുള്ളതുണ്ട്. അതേസമയം ബുദ്ധിയുടെ വേഗത, ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനുള്ളത്, ഭാഗ്യം, ഇതൊക്കെ ഓൾറെഡി ഉള്ള എനർജി കൂടിയാണ് 5. അത് പിന്നെ ചൈനീസ് ന്യൂമറോളജി പ്രകാരം പറയുകയാണെങ്കിൽ ലോഷോ ഗ്രിഡ് എന്നൊരു നമ്പറിൻ്റെ കോളങ്ങളുണ്ട്. അത് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടുവിൽ വരുന്ന ഒരു നമ്പറാണ് 5. അപ്പോൾ ഏത് നമ്പറിനോടും തുല്യമായിട്ട് എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു നമ്പർ കൂടിയാണ് 5. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളുമുണ്ട്, അതേസമയം അതിൻ്റേതായിട്ടുള്ള മോശമായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അത് പേരിൻ്റെ കാര്യത്തിലായാലും ബാക്കി കളറിൻ്റെ കാര്യത്തിലായാലും ലക്കി നമ്പറിൻ്റെ കാര്യത്തിലായാലും നമ്മളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വരുന്നത് 31 കുറിച്ചിട്ടാണ്. 31 5ഉമായിട്ട് എൻ്റെയർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ് 31. അതായത് 4ൻ്റെ എനർജിയാണ്. 4 എന്നത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, രാജകൊട്ടാരവും ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ എനർജീനെയും പെട്ടെന്ന് മനസ്സിലാക്കാൻ. 4 എന്ന എനർജീനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുപ്തചാരന്മാർ എന്നാണ് പറയാറ്. അവർ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ബുദ്ധി ഉള്ളവരായിരിക്കും. ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി എന്ന് പറയുന്നതിലുപരി സൂത്രശാലികളായിരിക്കും.
അതാണ് ആ ബുദ്ധിയുടെ പ്രത്യേകത. കുറേ തരത്തിലുള്ള ബുദ്ധിയുണ്ട് അല്ലേ, പിന്നെ അല്ലേ, അറിവ്, ഓർമ്മിച്ച് വെക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പെരുമാറാനുള്ള കഴിവ്, അങ്ങനെ പലതരം ബുദ്ധികളുണ്ട്. ബുദ്ധി തന്നെ നമുക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ അവൻ ബുദ്ധിയുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരു തരം ബുദ്ധിയാണ് സൂത്രശാലികൾ. ഏത് അവസരത്തിലും അവസരത്തിനനുസരിച്ചിട്ട് പെരുമാറാനും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനും ഉള്ള ഒരു കഴിവ്, എന്നിട്ട് സ്വന്തം കാര്യം നേടിയെടുക്കാനുള്ള ഒരു എനർജി. അപ്പോൾ അത് വളരെ ധാരാളമായിട്ടുള്ള ഒരു എനർജിയാണ് 31 എന്ന എനർജി. ഇതിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ നേതൃപാടവം കുറച്ച് കൂടുതലാണ്. അതുപോലെ ലക്ഷ്യബോധം ഉണ്ട്. ഇവരെ പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നും ഇവരെ പഠിപ്പിക്കേണ്ട. തീർച്ചയായിട്ടും ഇന്ന സ്ഥലത്തേക്കാണ് ഞാൻ യാത്ര ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം ഇവർക്ക് ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യും. അവർ കഠിനാധ്വാനികളും ആണ്. തീർച്ചയായിട്ടും അവർ ആ വർക്കിനെ ഇഷ്ടപ്പെടുന്നത്, അവർ ചെയ്യുന്ന വർക്കിനെ ഹാർഡായിട്ട് ചെയ്യാനും ആ ലക്ഷ്യത്തിലേക്ക് എന്ത് കഠിനമായിട്ടുള്ള സാഹചര്യമാണെങ്കിലും അതിനെ കൊണ്ടുപോകാനും ഉള്ള ഒരു എനർജിയാണ്. അതുപോലെ എല്ലാ നിയമങ്ങളും അവർക്ക് എന്താ പറയുക, അവരെ ഭരിക്കുന്നത് തീർച്ചയായിട്ടും ഇഷ്ടമല്ല. അത് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷേ ഈ 4നെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്നവർ ചിലപ്പം അവരെ ഭരിക്കാൻ പോയി കഴിഞ്ഞാൽ ഭരിക്കാൻ പോയവർ ചിലപ്പം ബുദ്ധിമുട്ട് അനുഭവിക്കും. കാരണം അവർ കൃത്യമായിട്ടുള്ള നിയമത്തിനെ പിന്തുടരും. ഇല്ലെങ്കിൽ അവർ അവിടെ നിയമം പുതുതായിട്ട് ഉണ്ടാക്കും. ഇതുപോലെ എല്ലാവരും പോകണമെന്ന് അവർ അവിടെ സൃഷ്ടിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക വ്യത്യസ്തമായിട്ടൊരു സ്വഭാവം എന്ന് പറയാം. അതൊരു നല്ല സ്വഭാവം കൂടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. നമുക്ക് നേരെ ഒരു കോളിലേക്ക് പോകാം. കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഓക്കെ. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് സൂര്യ. സൂര്യ എവിടുന്നാ വിളിക്കുന്നേ? തിരുമക്കുളം. ഓക്കെ. സൂര്യയുടെ കാര്യം അറിയാനാണോ? അല്ല, കുട്ടിയുടെ കാര്യം, എന്റെ മോളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോളുടെ പേര് പറയാം. മോളുടെ പേര് ശ്രീരുദ്ര PA. ശ്രീരുദ്ര PA അല്ലേ? P for plant അല്ലേ? A for ആപ്പിൾ അല്ലേ? P for പുതുവാക്കാട്ട്. ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ ആ സ്പെല്ലിംഗ് ലെറ്റർ എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. ഓക്കെ. പിന്നെ അപ്പോൾ ശ്രീരുദ്ര PA. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ ശ്രീരുദ്രയുടെ. 22/2/2022. ശ്രീരുദ്രക്ക് SREE എന്നുണ്ടല്ലോ അല്ലേ? രുദ്രക്ക് RUDH ഇല്ലല്ലോ? DRA. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യാം കേട്ടോ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. കേൾക്കാമോ? കേൾക്കാൻ പറഞ്ഞോളൂ. ഓക്കെ. 22/2/2022. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൽ 1, 2, 3, 4, 5, 6 വരുന്നുണ്ട്. ഓക്കെ. പിന്നെ 39. പേരിൻ്റെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ എനർജിയാണ്. വ്യാഴത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ പേരിന് നമുക്ക് എന്താ പറയുക, വലിയ ദോഷം പറയാനില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. കുഴപ്പമില്ല, ഒരു എബോ ആവറേജ് ആയിട്ടുള്ള പേരാണ്. ഒരു 65-70% നല്ല പേര് തന്നെയാണ്. കാരണം ലൈഫ് പാത്ത് നമ്പറിൽ 3 കിടക്കുന്നത്. ആ 3 ആയതുകൊണ്ട് തന്നെ സപ്പോർട്ടീവ് ആണ്. അത് ഒരു 75%. പിന്നെ പേഴ്സണാലിറ്റി പറഞ്ഞാൽ 22 ആണ്. അത് ഒരു മാസ്റ്റർ നമ്പറാണ്. അപ്പോൾ ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. കാര്യങ്ങളെ ഒക്കെ
ഇന്നും ഞാനൊരു 4-ൻ്റെ എനർജീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 4-ൻ്റെ തന്നെ മറ്റൊരു എനർജിയാണ് 22. 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ നമ്പർ കൂടിയാണ് 22. മാസ്റ്റർ ബിൽഡേഴ്സ് എന്നാണ് പറയുക. പുതിയ കാര്യങ്ങളെ ഇവിടെ സൃഷ്ടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് കുട്ടീനെ ഒന്നും നോക്കിയിട്ട് ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല, പക്ഷേ അവർ വലുതാകുമ്പോൾ അങ്ങനെയാണ്. ബിൽഡേഴ്സ് പുതിയ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, മോളുടെ ശബ്ദമാണോ കേൾക്കുന്നത്? ശ്രീരുദ്രയുടെ. ഓക്കെ ഓക്കെ. അപ്പോൾ ശ്രീരുദ്രയുടെ പേരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. 39 എന്ന വ്യാഴത്തിൻ്റെ എനർജിയിലാണ് പേരുള്ളത്. വളരെ ദോഷമില്ല എന്നാണ് മാത്രമാണ് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഫാദറിൻ്റെ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ അമ്മയുടെ പേര് വെച്ചിട്ടോ നമുക്ക് നോക്കാം. വേണമെങ്കിൽ ചിലപ്പം ബെസ്റ്റായ ഒരു പേര് കിട്ടുമായിരിക്കും. അച്ഛൻ്റെ പേരെന്താണ്? അയ്യപ്പദാസ്. എന്താണ്? അയ്യപ്പദാസ്. മെല്ലെ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും. അയ്യപ്പദാസ്. അയ്യപ്പദാസ്. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യപ്പ. അപ്പോൾ ഇപ്പം പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അയ്യപ്പദാസ് എന്ന് ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അമ്മയുടെ പേരിൻ്റെ എസ് എന്ന് ആഡ് ചെയ്തിട്ടോ ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് കിട്ടിയില്ല. ഇതിനെക്കാണെങ്കിൽ ഒരു ബെസ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ പേരിൻ്റെ അവസ്ഥ ഇതാണ്. എന്തായാലും എബോ ആവറേജ് ആയിട്ടുള്ള ഇപ്പോഴുള്ള പേരാണ്. അതിനെ ഒന്നുകൂടി ബെസ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ നോക്കി, പക്ഷേ വേറെ ഒന്നും ഇപ്പം അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴും നിങ്ങൾ ഇട്ടിരിക്കുന്ന പേരാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് കുഴപ്പമില്ലാത്ത ഒരു പേരാണ് മോളെ സംബന്ധിച്ചിടത്തോളം. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? അത് ഞാൻ നോക്കിയേ, അത് ഒന്നും കൂടി ഞാൻ വേണം നോക്കാം. അയ്യപ്പദാസിന് 2 P ഉണ്ടോ ലാസ്റ്റ്? 2 P ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ശ്രീരുദ്രൻ്റെ ആദ്യത്തെ പേരിൽ SRI എന്നാക്കുക. ശ്രീരുദ്ര അയ്യപ്പദാസ് എന്നായി കഴിഞ്ഞാൽ നല്ല പേരാണ്. അതെ, അയ്യപ്പദാസ് എന്നുള്ളത് നല്ല പേരാവും. അപ്പോൾ അതും ഒരു 100% ആയിട്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 90% ബെസ്റ്റ് ആയിട്ടുള്ള പേരാവും. അപ്പോൾ ശ്രീരുദ്ര അയ്യപ്പദാസ് എന്ന് ഇടുക. ഓക്കെ ഓക്കെ, എന്നാൽ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ശരി. അപ്പോൾ സൂര്യ ആണ് വിളിച്ചത്. ഓക്കെ, മകളുടെ പേരറിയാൻ വേണ്ടിയിട്ട്. ഇന്നും നമുക്ക് 31 കുറിച്ചിട്ടാണല്ലോ ഇന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു 4-ൻ്റെ എനർജിയാണ് 22. ആ ഒരു എനർജിയും 4-ൻ്റെ എനർജി തന്നെയാണ്. അപ്പോൾ അതിൽ ഒക്കെ വ്യത്യസ്തമാണ്. ഇപ്പോൾ 22 എന്ന് പറയുമ്പം ഒരു ബിൽഡേഴ്സിൻ്റെ എനർജിയാണ്. അതായത് നമ്മുടെ ഭൂമിയിൽ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനും അവർക്ക് സ്വത്ത് അങ്ങനെയൊക്കെയുള്ള കുറേ ഇതിൻ്റെ മുതലാളി അങ്ങനെ പറയില്ലേ, ഓണറായിട്ട് നിൽക്കാനുള്ള ഒരു എനർജിയും ഉള്ളൊരു നല്ലൊരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് ആ കുട്ടിയുടേത്. അപ്പോൾ ആ കുട്ടിക്ക് അതിനനുസരിച്ചുള്ള ഒരു പേരും കൊടുത്തു. ഇപ്പോൾ ഓൾറെഡി ഉള്ള പേര് കുഴപ്പമൊന്നുമില്ല. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, നമ്മളിന്ന് 31 കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിലത്തെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഇവരുടെ അറിവ്. മറ്റ് പല ആൾക്കാരും ഒരുപാട് സ്വപ്നങ്ങൾ ജീവികളായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും ഇവർ പ്രായോഗികമായിട്ടുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള
കാഴ്ചപ്പാടുണ്ടാവും. മറ്റു പലർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അതിങ്ങനെ ചിന്തിക്കുമോ, ഇങ്ങനെ ആകുമോ എന്നൊക്കെയുള്ള കുറേ അല്ലേ ഭാവനയൊക്കെ കൂടിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. പക്ഷേ ഇവർക്ക് കൃത്യമായിട്ട് എന്താണ് അവിടെ സംഭവിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടാകും. അപ്പോൾ അത് ഇവരുടെ ഒരു നല്ല ഗുണമാണ്. അതുപോലെ അഭിമാനം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഏതൊരു വർക്കിനും അവർ ഹാർഡായിട്ട് ഭയങ്കര കഠിനാധ്വാനികളായിട്ട് അവർ വർക്ക് ചെയ്യുകയും ചെയ്യും. അവർക്കതിനുള്ള റിസൾട്ട് അല്ലെങ്കിൽ അതിനുള്ള അപ്രീസിയേഷൻ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് അഭിമാനത്തിന് വേണ്ടിയിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ അഭിമാനക്ഷതമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വയലൻ്റ് ആകാനുള്ള സാധ്യതയും കൂടുതലുള്ള ഒരു എനർജിയാണ് ഈ 31 എന്നത്. അപ്പോൾ ഈ അഭിമാനം എന്നത് ഉണ്ടായത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടായാലും അല്ലെ അവർ വർക്കിനോടുള്ള സ്നേഹം കൊണ്ടായാലും അഭിമാനത്തിന് വേണ്ടിയിട്ടായാലും വർക്കിൽ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് പിന്നെ നിൽക്കും. അതുപോലെ ഇവർ സമൂഹത്തിൽ നിന്ന് പൊതുവെ ഉയർന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരും അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. ഈ പറഞ്ഞ അഭിമാനം തന്നെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അവർ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കാനും അതിന് വേണ്ടിയിട്ട് അവർ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും. പിന്നെ ഇവരുടെ ഒരു മോശം സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിലും എപ്പോഴും ഒരു അശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ ഇത് നടന്നത് ശരിയാവില്ലേ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവരെ പലപ്പോഴും പല കാര്യത്തിനും പുറകോട്ട് നയിക്കുന്ന ഒരു കാര്യം. അത് എന്ന് പറയാം നെഗറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചിട്ട് റിപ്പീറ്റഡായിട്ട് ചിന്തിക്കുമ്പോൾ അത് സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. നമുക്കതിനെക്കുറിച്ച് പിന്നെ പറയാം. നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്, നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. പേര് വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ മോന്റെ വിവരം അറിയാനാണ്. മോന്റെ പേര് വൈശാഖ്. വൈശാഖ്, ഓക്കെ. വൈശാഖ് ഓ. വൈശാഖ് ഓ. ഇത് എവിടുന്നാ വിളിക്കുന്നത്? ബാംഗ്ലൂർ. ഓക്കെ. പേരെന്താ? വിളിക്കുന്ന ആളുടെ പേര്? ഹലോ, വിളിക്കുന്നതാരാ? അമ്മയാണ് രാധ. രാധ, ഓക്കെ. വൈശാഖ് ഓ അല്ലേ? വൈശാഖിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാമെന്ന്? 24/9/1999. 24/9/1999 അല്ലേ? ഓക്കെ. വൈശാഖ് ഓ. അതൊന്ന് സ്പെല്ലിങ് കൺഫേം ചെയ്യാം. VY ആണോ ഇട്ടിരിക്കുന്നത്? KG എന്നുണ്ടോ? കെ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജിയും കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഒന്നുകൂടി കൺഫേം ചെയ്യാം. VYSHAKG അല്ലേ? പിന്നെ ഇനീഷ്യലായിട്ട് ഓന്നും അല്ലേ? ഓക്കെ. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. കേൾക്കാമോ? ഇപ്പോൾ വൈശാഖിന്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ വരുന്നത് 6/7 എന്നുള്ള എനർജിയാണ്. അത് പൊതുവെ മോശമൊന്നുമല്ല. ഇപ്പോഴുള്ള പേരിന്റെ അവസ്ഥയും കുഴപ്പമില്ല എന്ന് മാത്രമാണ് പറയേണ്ടത്. അതായത് 28 വരുന്നത്. ഒന്ന് സൂര്യന്റെ എനർജി ആണെങ്കിലും അത് സൂര്യന്റെ എനർജിയിൽ ഒരു ബെസ്റ്റ് അല്ലാത്ത നമ്പറാണ് 28. അപ്പോൾ എന്നാലും സൂര്യന്റെ എനർജിയിലാണ്. അപ്പോൾ നമുക്കത് കുഴപ്പമില്ല എന്ന് പറയാമെന്ന് മാത്രം. ഓക്കെ. 28 എനർജി ഉള്ളത്. വൈശാഖ് ഇപ്പോഴത്തെ അതേ സ്പെല്ലിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കുറച്ച് ഒന്നുകൂടി ബെറ്റർ ആക്കണമെങ്കിൽ നമുക്ക് പിന്നെ ഫാദറിന്റെ പേരൊന്ന് വെച്ചിട്ട് വേണം നോക്കാം. വിശ്വനാഥൻ.
അപ്പോൾ ഇതേ പേരിൻ്റെ കൂടെ വിശ്വനാഥൻ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നന്നാവുന്നുണ്ട് പേര് കേട്ടോ. ബെസ്റ്റാണ് പേര്. അപ്പോൾ കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് വരും. വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ VISHWAN ATHAN. ആ ഒരു സ്പെല്ലിങ്ങിലാണെങ്കിൽ ഒരു നല്ല പേരായിട്ട് വരുന്നുണ്ട്. വൈശാഖ് വിശ്വനാഥൻ എന്നുള്ളത്. വിശ്വനാഥൻ. ഓക്കെ, അതൊരു നല്ല പേരായിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഫോളോ ചെയ്യാം. എന്നിട്ട് ഏറ്റവും ടോപ്പായിട്ട് ഒരു പേര് കിട്ടി എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇപ്പോഴുള്ളതിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് ആയിട്ട് വരും. ഓക്കെ, അത് 60 അതും ഒന്നിൻ്റെ എനർജി തന്നെ വരും. 64 ആണ്. അപ്പോൾ ഇതിലും കുറച്ചും കൂടി ബെസ്റ്റ് ആണ്. എന്താ പറയുക, ഇമോഷണലൊക്കെ ആയിട്ട് കുറച്ചും കൂടി പവർ കിട്ടുന്ന എനർജിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അതിനുണ്ട്. വേറെ എന്തൊക്കെ അറിയാനുണ്ടോ? അതെ. അപ്പം ഇങ്ങനെ ഈ വർക്കും അതിലൊന്നും എത്തുന്നതിലും പിന്നെ മകൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തുന്നതിലൊന്നും അങ്ങനെ ഒരു ദോഷമൊന്നും ഇതിൽ കാണുന്നില്ല. അപ്പോൾ അവൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊക്കെ പോകും. എന്നിരുന്നാലും ഞാൻ പറയാം, ഇപ്പോഴത്തെ ഈ സമയമൊന്നും ഞാൻ പറയാം. നല്ല സമയമാണ് അവന്. ഈ വർഷം അനുകൂലമായിട്ടുള്ള സമയമാണ് തീർച്ചയായിട്ടും കേട്ടോ. ഈ വർഷം അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കാനോ, അതായത് ഇപ്പം കഴിഞ്ഞ ഒരു വർഷം കുറേ പെൻഡിങ് ആയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ക്ലിയർ ചെയ്ത് അവൻ ആഗ്രഹിക്കുന്ന പോലെ കൊണ്ടുപോകാനുള്ള എനർജി ഈ വർഷത്തിനുണ്ട്. അതാണ് അവൻ്റെ എനർജി പ്രകാരം. അവൻ്റെ പേഴ്സണൽ ഇയർ 5 ആണ് വരുന്നത്. 5 6നെ സംബന്ധിച്ചിടത്തോളം വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഞാൻ ഈ പേഴ്സണൽ ഇയർ എന്നൊക്കെ പറഞ്ഞത് അതിനെക്കുറിച്ചിട്ട് ഞാൻ ഒരു 2 എപ്പിസോഡ് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ബെസ്റ്റായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പോൾ ആ പേരിനെ ഒന്ന് ബെസ്റ്റാക്കിയിട്ട് ചെയ്ത് നോക്കൂ, കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരും. ഓക്കെ, അതാണ് പറയുന്നത്. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ബാംഗ്ലൂരിൽ നിന്ന് രാധയാണ് വിളിച്ചത്. താങ്ക് യു. ഓക്കെ, അപ്പോൾ പൊതുവെ 24 എന്ന നമ്പറിലാണ് ജനിച്ചിരിക്കുന്നത്. 24നെ പൊതുവെ ഒരു നമ്പറായിട്ട് വേണം കരുതാൻ വേണ്ടിയിട്ട്. 24, അതായത് 6ൻ്റെ എനർജിയിൽ വരുന്ന ഒരു നല്ല പവർഫുള്ളായിട്ടുള്ള നമ്പറാണ് 24. 23 ആണ് കേട്ടോ, 22 ആണ്. അതൊക്കെ ഓരോരോ എനർജിയും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിന് പോയിട്ട് തിരിച്ച് പെട്ടെന്ന് വരാം.